Hi friends, good morning. Use. നമ്മൾ പോയിച്ചയില് നീൽകണ്ഠേശ്വര ടെമ്പിളിന്റെ ഫ്രണ്ടില്. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി താഴോട്ട് പോവാണ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ് കോർട്ട് ഉണ്ട് താഴെ. കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ്, ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണ്. അതുകൊണ്ട് ചെന്ന് നോക്കാം എന്തൊക്കെ ഐറ്റംസ് അവിടെ ഉണ്ടെന്ന്. 10 സിറ്റിയിൽ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്, ഹൈജീനിക് ഫുഡ്. ഈ 4 സ്റ്റാർ ഹോട്ടലിൽ അങ്ങനത്തെ കൂടെ ഫുഡാണ്. ഹൈജീനിക് ആൻഡ് ഹെൽത്തി ഫുഡ് മാത്രമേ ഉള്ളൂ. ഹെൽത്തി ഫുഡ് എന്ന് പറഞ്ഞാൽ ഈ പയർ മുളപ്പിച്ചത്, കടല മുളപ്പിച്ചത്, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. വലിയ താല്പര്യമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കുറെ ഫ്രൂട്ട്സിന് അവിടെ ഇവിടെ എന്തായിരുന്നു, മറ്റേ കപ്ലങ്ങ, നമ്മുടെ വാട്ടർ മെലൺ അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ എന്താന്ന് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മള് പോയിച്ചയിലേക്ക് പോകണം. അത് നമ്മുടെ പാക്കേജിൽ നമ്മൾ തീരുമാനിച്ചതല്ല, പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയ ഒരു സ്ഥലമാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ആ പാക്കേജ് കിട്ടുന്നതാണ്, നമ്മൾ ഡിസൈഡ് ചെയ്തതല്ല. പക്ഷെ അതൊരു നല്ല, ഞാൻ പോയിട്ടുള്ളതാണ്. ഞാൻ 4 വർഷത്തിന് മുമ്പ് അവിടെ പോയതാണ്. അത് അടിപൊളി സ്ഥലമാണ്. അവിടെ കാണാൻ 4 വർഷത്തിന് മുമ്പല്ലേ? ഇപ്പൊ കുറെ മാറ്റം വന്നിട്ടുണ്ട്. ഇല്ലില്ല, അയ്യോ അതിന് വലിയ മാറ്റമൊന്നുമില്ല. അടിപൊളി സംഭവം. ഫോണിക്ക് കയറി പോകണം, നല്ല സെറ്റപ്പാണ്, ഒരു പ്രത്യേക വൈബാണ്. അവിടെ നടക്കുമ്പോ ഇങ്ങനെ വെള്ളം ഇങ്ങനെ തലേ വീണുകൊണ്ടിരിക്കും. ആ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ നടന്ന് ഒരു പ്രത്യേക ഫീലിംഗ്. അവിടെ നടന്നിരുന്ന് ആ വെള്ളം നനഞ്ഞ് കയറി മുകളിലെത്തുമ്പോ നനഞ്ഞ ഡ്രസ്സ് മുഴുവൻ ഉണങ്ങി വരും. അതാണ് അതിന്റെ പ്രത്യേകത. അതിനൊരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ പകുതി അത് ബാക്കി നമുക്ക് പിള്ളേർക്കൊന്നും അറിയത്തില്ല. ഞാൻ എക്സ്പീരിയൻസ് ആൾക്കാർ ഇവിടെ ഉണ്ട്, ഒന്ന് പോയ ആൾക്കാർ. പിള്ളേർക്ക് അറിയത്തില്ല. ഇത് പാരീസിൽ പോയപ്പോ വാങ്ങിയ ടീഷർട്ടാണ്. ഇത് പാരീസിൽ പോയപ്പോ കിട്ടിയത്. ഓക്കെ, ബാക്കി അവിടെ ചെന്നിട്ട് പറയാം. അല്ലെ നിന്റെ സർവീസ് നല്ലതെന്ന് എനിക്കറിയാം. അതല്ലേ ഞാൻ അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ താഴെ എത്തി. താഴെയാണ് ഫുഡ് കോർട്ട്. അതിന്റെ ഫ്ലോറിൽ, നമ്മൾ 4th ഫ്ലോറിലായിരുന്നു. ഇതിന്റെ ആകാശം കണ്ടില്ല, നല്ല ഡിസൈനായിട്ട് ചെയ്ത് വെച്ചാണ്. ഇവിടെ ആൾക്കാരൊന്നും കാണുന്നില്ല. ഇത്രയും രാവിലെ ടൈമിംഗ് ഉണ്ടല്ലോ, നമ്മൾ 9:30 ആയില്ലേ, രാവിലെ 7:30 തുടങ്ങിയതല്ലേ. ചിലപ്പം കഴിച്ചു കഴിഞ്ഞാണ്, ആരൊന്നും കാണുന്നില്ല. 2-3 പാത്രമൊക്കെ ബുഫേ സിസ്റ്റം ആണ്. പിന്നെ എക്സ്ട്രാ നമ്മളോട് എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചായിരുന്നു. നമ്മളതുകൊണ്ട് ഇഡ്ഡലിയും സാമ്പാറുമാണ് പറഞ്ഞത്. വേറെ നല്ല ഓപ്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട്, അല്ല ഇഡലി എനിക്ക് പണ്ട് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. വേറെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് വെള്ളം കൂടി തിരഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിവിടെ അന്തം വിട്ട് കുന്തം പോലെ ഇരിക്കുവാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടൊന്നും കാണുന്നില്ലാത്തതുകൊണ്ട് ആ മുഖത്തെ ആ വിഷമം കണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറേ മറ്റേ ഫ്രൂട്ട്സ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അവിടെ ജ്യൂസ് ഉണ്ട്. അതല്ല വേറെ ഒന്നും ഞാൻ അതിനത് കണ്ടില്ല. പിന്നെ മസാല ദോശ അങ്ങനെ ഒന്നും ഇല്ല തോന്നുന്നല്ലേ, അങ്ങനത്തെ സംഭവമേ ഉള്ളൂ. പിന്നെ ആകെ ഒരു ഉദ്ദേശം കൊള്ളാന്ന് ഇഡ്ഡലി മാത്രമേ ഉള്ളതാണ്. പിന്നെ അങ്ങനെ ഇല്ല. പിന്നെ മറ്റേ ആലു പൊറോട്ടയോ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ജ്യൂസ് ഉണ്ട്, സാൻഡ്വിച്ചും പിന്നെ പയറുകളും മുളപ്പിച്ചത്, പിന്നെ സൂപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ ഒന്നും സംഭവമില്ല. ഈ പയർ മുളപ്പിച്ച 10 സിറ്റി തന്നെ കണ്ടു മടുത്ത. അന്നേരം നമുക്ക് ഇവിടെ ഇതൊക്കെയാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ വിചാരിക്കുന്ന പോലെ നാട്ടിൽ അങ്ങനത്തെ ഫുഡോ അങ്ങനത്തെ വേറെ നല്ല പൂരിയും കറിയും അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. ഇതെല്ലാം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കാണും. നമ്മുടെ മറ്റേ സ്നാക്സ് പോലത്തെ സാധനമൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അത് നമുക്ക് എങ്ങനെയാണെന്ന് സെർവ് ചെയ്യുന്നത് അറിയത്തില്ലാത്ത. അതെല്ലാം മിക്സ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പരിപാടി ആയിരിക്കും. അതിൻ്റെ മുകളിൽ ബ്രെഡ് പോലത്തെ ഒന്നും സംഭവിച്ചിട്ടുണ്ട്. എന്നാന്ന് അറിയത്തില്ല. ഇതെല്ലാം കൊണ്ട് കപ്ലങ്ങ സാൻഡ്വിച്ച് വേണോ? കെച്ചപ്പാണോ? അങ്ങോട്ട് ജ്യൂസ് എനിക്ക് വേണോ? നിനക്ക് വേണോ?
അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ച് നമ്മൾ നല്ല പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ നേരെ പൊയ്ച്ചയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. ഈ 2 സൈഡിലും കാണാം പൂക്കടകൾ. ഇത് ഫൂൾ ബസാർ എന്ന് പറയുന്നത്, കാരണം പൂക്കളുടെ ഒരു ചന്തയാണ്. രാവിലെ അത് ഓപ്പൺ ആക്കുന്നതാണ്. നമ്മുടെ മുന്നിൽ കണ്ടില്ലേ ഐസും കൊണ്ട് പോകുന്ന ഒരു ബൈക്കിൽ സ്കൂട്ടിയിൽ ഐസും കൊണ്ട് പോകുന്ന, ഫ്രണ്ടിലും മുന്നിലെല്ലാം വെച്ച് ഐസും കൊണ്ട് പോകുന്ന ആള്. ഇവിടെ മൊത്തം നമ്മളെ പോലത്തെ വാഹനങ്ങളുണ്ട്. ട്രാഫിക്കാ അതിന്റെ ഇടയിൽ ആ ചേട്ടൻ ഐസും കൊണ്ട് പോകുന്നത്. അയാൾക്ക് തണുക്കില്ലേ, കാലിന്റെ എവിടെയും പുറകിൽ കെട്ടി വെച്ചിട്ടൊന്നുമില്ല, ചെറു ചാക്കിന്റെ മുകളിൽ വെച്ചേ ഉള്ളൂ. പക്ഷെ ആള് ഞെളിവിരി കൊള്ളുന്നുണ്ട്, ശ്രദ്ധിക്കുവാണെങ്കിൽ മനസ്സിലാവും. അത് ഞാൻ താഴെ വിട്ടുണ്ടാകും, കാല വീണാലും പുക പറക്കുന്നുണ്ട്. ഇത് ഫുൾ ബസാർ. ഇവിടെ എല്ലാം പോവാ. പിന്നെ ദിവാലിന്റെ പിറ്റേ ദിവസം അല്ലേ, ദീപാവലിന്റെ പിറ്റേ ദിവസം തിരക്കൊക്കെ കുറവാ, വലിയ തിരക്കൊന്നുമില്ല. പിന്നെ പൊയ്ച്ചയിലേക്ക് തിരക്കുണ്ടായിരിക്കുന്നു ആ വഴിക്ക്, വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരും കാണാൻ വേണ്ടി. പിന്നെ ട്രാഫിക്കായിട്ട് നമ്മുടെ പോത്തുകളുണ്ട്. ഇപ്പൊ റോഡിലെ ട്രാഫിക് കഴിഞ്ഞതേ ഉള്ളൂ, അന്നേരം അടുത്തത് അല്ല, റോഡിലെ വണ്ടികളുടെ ട്രാഫിക് കഴിഞ്ഞ് വന്നപ്പോ റോഡിൽ പോത്തുകളുടെ ഓട്ട മത്സരമാണ്. ആരാദ്യം ഫസ്റ്റ് എടുക്കുന്നതാണ്. ജമ്പനും ഇപ്പൊ തുമ്പനും ഓടിയുണ്ട്. ഫസ്റ്റ് പ്രൈസ് അടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ ഗ്യാപ്പിലൂടെ. വണ്ടിക്കാര് നല്ലോണം സൂക്ഷിക്കണം, കാരണം ഇവരെപ്പോഴാ ചാടുന്നത്. ഇവിടെ പിന്നെ അത്ര നല്ല റോഡല്ല എനിക്ക് തോന്നുന്നത്. ഈ പൊയ്ച്ച അങ്ങനത്തെ വേറെ സ്ഥലങ്ങളിലേക്കുള്ള മെയിൻ റോഡല്ല, മെയിൻ പോകുന്ന സ്ഥലമല്ല ഇത്. എത്രയല്ലേ പശുക്കള്, കൊറേ പോത്തുകളെല്ലാം ഉണ്ട്, വഴി നിറഞ്ഞു തോന്നുന്നു. ഇത് അത്യാവശ്യം നല്ല റോഡിലോട്ട് നമ്മൾ എത്തി. ഈ റോഡ് തന്നെയാണ് നമ്മൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലേക്ക് പോയ അതേ വഴിയാണ്. അത് ഏകദേശം ഓൾമോസ്റ്റ് സെയിം അതാണ്. ഒരു 35 കിലോമീറ്ററിന് ഇപ്പുറം ടേൺ ചെയ്യുന്നു, അതുവരെ സെയിം ആണ്. അരമണിക്കൂറത്തെ കൂടെ യാത്രയുണ്ട്. അരമണിക്കൂറല്ല, 20 മിനിറ്റ്. 20 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ പൊയ്ച്ചയിൽ എത്തും. അങ്ങനെ നമ്മൾ പൊയ്ച്ച, അതായത് നീൽകണ്ഠേശ്വര ടെമ്പിളിൻ്റെ അടുത്തെത്താറായി. ഇപ്പോൾ അടുത്ത് തന്നെ, അധികം ദൂരമില്ല. പണ്ട് ഞങ്ങൾ വന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൂടെ, അതിലൂടെ ബോട്ടിലൂടെയാണ് വന്നത്. ഒരു സൈഡിൽ പുഴയാണ്, അതിലൂടെ കൂടെ വരാം. ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ്. ഇവിടുന്ന് ഈ മെയിൻ എൻട്രൻസ് ഈ ഇടയ്ക്ക് ഉണ്ടാക്കിയതാണ്, ഇത് പണ്ടില്ലായിരുന്നു. ഇത് കഴിഞ്ഞ് ജസ്റ്റ് കയറുമ്പോൾ തന്നെ അതിൻ്റെ ഗാർഡനും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇതാണ് നമ്മുടെ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും നീൽകണ്ഠേശ്വർ ടെമ്പിൾ, അതുപോലെ പൊയ്ച്ച, അതായത് നീൽകണ്ഠേശ്വർ ടെമ്പിൾ ഈ റൈറ്റ് സൈഡ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് ഉണ്ട്. അത് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, പുതിയ എന്തോ സംഭവം അതിൻ്റെ അതുമായിട്ട് റിലേറ്റഡ് ചെയ്ത്. പിന്നെ ഇനി ഈ റോഡ് കയറി ചെല്ലുമ്പോൾ പാർക്കിംഗ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ നീൽകണ്ഠേശ്വർ ടെമ്പിൾ. അതിമനോഹരമായ വാസ്തുശില്പകലയുടെ ഒരു മഹത്തരമായ ഒരു ഉദാഹരണമായി നിലകൊള്ളുന്ന നീൽകണ്ഠേശ്വർ ടെമ്പിൾ. ഇത് ഈ ഇടയ്ക്ക് ചെയ്ത, പണ്ട് ഇതിങ്ങനെയൊന്നും അല്ലായിരുന്നു, സാധാരണ നോർമൽ റോഡായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇതൊക്കെ ഇന്ന് കല്ലൊക്കെ പാകിയിട്ട് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം അങ്ങോട്ട് പോകുന്നു. ഇതിങ്ങനെ ഓരോ സ്ഥലത്തു നിന്ന് ഇങ്ങനെ ഒരു തീർത്ഥയാത്രയായിട്ടുണ്ട്. അത് തീർത്ഥയാത്ര കഴിഞ്ഞിട്ട് ആൾക്കാർ പോകുന്നതാണ്. ഇങ്ങനെ ഓരോ പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കൂലേ, അതേപോലെ തന്നെ ഇപ്പം എല്ലാ പുണ്യസ്ഥലങ്ങളും സന്ദർശിച്ച് അങ്ങനെ ഓരോ സ്ഥലത്തെ ഓരോ സ്റ്റേറ്റിലെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. ഇവർ ഈ വണ്ടി പോകുന്നതാണ്. അവരുടെ താമസം എല്ലാം അങ്ങനെ ഒരു വണ്ടി ഭക്ഷണം ഉണ്ടാക്കും, മറ്റേ വണ്ടിയിൽ ആൾക്കാർ സഞ്ചരിക്കും, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഇതിൻ്റെ നമ്മുടെ ഫ്രണ്ടിലേക്ക് എത്തി. ഇതാണ് നമ്മുടെ നീൽകണ്ഠേശ്വർ ടെമ്പിൾ. അങ്ങനെ നമ്മൾ പൊയ്ച്ചയിൽ നീൽകണ്ഠേശ്വർ ടെമ്പിളിന്റെ ഫ്രണ്ടില് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ പൊയ്ച്ചയിലെ ടെമ്പിള്.
അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. നല്ല തിരക്കുണ്ട്. ഇത് ദീപാവലിന്റെ അവധി അല്ലേ, അതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ഇതാണ് നീൽകണ്ഠേശ്വർ ടെമ്പിളിൻ്റെ നമ്മൾ എൻട്രൻസ്. നമ്മുടെ ടെമ്പിളിലോട്ട് കയറി പോകുന്ന വശത്ത് കാണുന്ന ഇത് ആനകളുടെ കുറേ രൂപങ്ങളുണ്ട് ഇവിടെ എല്ലാ സ്ഥലത്തും നമുക്ക് ആനകളുടെ ഇത് കാണാൻ പറ്റും. മൊത്തം നീൽകണ്ഠേശ്വർ എന്ന് പറഞ്ഞ ആനയായിട്ട് ബന്ധപ്പെട്ടു അല്ലേ. മൊത്തം എവിടെ ചെന്നാലും ആനകൾ, അതുപോലെ തന്നെ തുമ്പിക്കൈയിലൂടെ വെള്ളം വരുന്നത്, മൊത്തം ഇതിൻ്റെ അകത്ത് മുഴുവനും അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഈ മാർബിളും ടൈൽസുമാണ് ഇതിൻ്റെ മെയിനായിട്ട് ഇതിൻ്റെ ഫ്ലോറിങ് ചെയ്തേക്കുന്നത്. അതിലൂടെ നമുക്ക് ചെരുപ്പിടാതെയാണ് പോകേണ്ടത്. ചെരുപ്പിടാണ്ട് പോയാലും അതിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പം മാർബിളിൻ്റെ അതും അതിൻ്റെ അകത്ത് വെള്ളം വീണിട്ടുള്ള ആ തണുപ്പും കൂടി ഉണ്ടാകും. പിന്നെ നമ്മൾ എത്തിയത് നല്ല ഉച്ചയ്ക്കായതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വിഷ്വലിൽ തന്നെ നമുക്ക് മനസ്സിലാകും ഭയങ്കര നല്ല വെയിലുണ്ട്. പക്ഷേ എന്ത് വെയിലാണെങ്കിൽ പോലും ഒരു പ്രത്യേക ഫീലിംഗ് ആണ് നമ്മളിവിടെ എത്തുമ്പോൾ. ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കര ഒരു നന്നായിട്ട് ഒരു ടെമ്പിൾ എത്ര മനോഹരമായിട്ട് ചെയ്തേക്കുന്നതെന്ന് നമുക്ക് ഇവിടെ വരുമ്പോൾ മനസ്സിലാകും. അതുപോലെ നല്ല തിരക്കുണ്ട്. അവരുടെ സൗണ്ട് നന്നായിട്ടുണ്ട്. ആൾക്കാർ നമ്മുടെ അതിൽ കുറേ പേര് ഇതേപോലെ നമ്മൾ വരുന്ന പോലെ കാണാൻ വേണ്ടി വന്നു. അവരുടെ തിരക്ക് നന്നായിട്ടുണ്ട്. അതുമാത്രമല്ല എല്ലാ സ്പോട്ടിലും ഫോട്ടോ എടുക്കാനുള്ള തിരക്കുമുണ്ട്. എല്ലാ സ്ഥലത്തും നല്ല അടിപൊളിയായിട്ട് ഇവിടെ നല്ല സിംഹത്തിൻ്റെ ഇതിലൊക്കെ ആയിട്ട് മൊത്തം ഇവിടെ ഒരു മൊത്തം ചെയ്തു വെച്ചിട്ടുണ്ട്. ഒന്നാമത് നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷേ ചെയ്തു വച്ചേക്കുന്ന നല്ല വർക്ക് അടിപൊളിയാണ്. അതുപോലെ തന്നെ ഈ ഓരോ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. അതുപോലെ ഇവിടെ ശ്രീകൃഷ്ണനൊക്കെ നമുക്ക് കാണാം. എല്ലാം വെള്ളം ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലായിടത്തും വാട്ടർ ഫൗണ്ടൈൻ ആണ്. അതുപോലെ തന്നെ ആ ഫ്ലോറിങ്ങിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകും. അതുകൊണ്ട് നമുക്ക് ചൂട് ഭയങ്കര ആയിട്ട് തോന്നൂല. പക്ഷെ നല്ല വെയിലുണ്ടെങ്കിലും ചൂട് നമുക്ക് അധികം അനുഭവപ്പെടില്ല.